ഇന്ത്യയിൽ നിന്ന് കാനഡയിലേക്ക് സ്റ്റുഡന്റ് വിസയുടെ മറവിൽ മനുഷ്യക്കടത്ത് നടന്നതായി ED. US കാനഡ അതിർത്തിയിൽ കൊടും ശൈത്യത്തിൽ മനുഷ്യക്കടത്തുകാർ ഉപേക്ഷിച്ച ഗുജറാത്തി കുടുംബം മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിനിടെയാണ് ഞെട്ടിക്കുന്ന കണ്ടെത്തൽ. 2022 ജനുവരി 19 കൊടും ശൈത്യത്തിൽ 4-അംഗ കുടുംബം മരവിച്ച് മരിച്ച വാർത്ത പുറത്തുവരുന്നത്. ജഗദീഷ് പട്ടേൽ, ഭാര്യ വൈശാലി, ഇവരുടെ 11 വയസ്സുകാരിയായ മകൾ, 3 വയസ്സുകാരനായ മകനുമാണ് അനധികൃതമായി US കടക്കാനുള്ള ശ്രമത്തിനിടെ മരിച്ചത്. കനത്ത മഞ്ഞുവീഴ്ചയ്ക്കിടെ മനുഷ്യക്കടത്തുകാർ ഇവരെ അതിർത്തിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. ഈ കേസിൽ പ്രതികളായ ഏജന്റുമാർക്കെതിരെ കള്ളപ്പണം ഇടപാടുമായി ബന്ധപ്പെട്ട കേസുണ്ട്. ഇതിൽ നടത്തിയ അന്വേഷണത്തിലാണ് മനുഷ്യക്കടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത്. കാനഡയിലെ 260 കോളേജുകൾ ഉൾപ്പെടുന്ന മനുഷ്യക്കടത്തുകാരുടെ ഒരു അന്താരാഷ്ട്ര സിൻഡിക്കേറ്റ് പ്രവർത്തിക്കുന്നുവെന്നാണ് ED കണ്ടെത്തിയത്. സ്റ്റുഡന്റ് വിസ വഴി ഇന്ത്യൻ പൗരന്മാരെ കാനഡ വഴി US എത്തിക്കുമെന്നാണ് ഇവർ വാഗ്ദാനം ചെയ്യുന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഇതിനായി 55 മുതൽ 60 ലക്ഷം രൂപ വരെയാണ് ഈടാക്കുന്നത്. വിസക്ക് അപേക്ഷിക്കുന്നവർ കാനഡയിൽ എത്തിക്കഴിഞ്ഞാൽ കോളേജുകളിൽ ചേരുന്നതിന് പകരം US കാനഡ അതിർത്തി കടക്കുന്നു. പിന്നീട് കോളേജുകളിൽ അടച്ച ഫീസ് വ്യക്തികളുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നുവെന്നാണ് ED പറയുന്നത്. ഡിസംബർ 10 മുതൽ 19 വരെ മുംബൈ, നാഗ്പൂർ, ഗാന്ധിനഗർ, വഡോദര എന്നിവിടങ്ങളിലെ 8 കേന്ദ്രങ്ങളിൽ ED നടത്തിയ റെയ്ഡിൽ മുംബൈയും നാഗ്പൂരും ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന 2 ഏജന്റുമാർ മുഖേന പ്രതിവർഷം 35,000-ഓളം ആളുകൾ അനധികൃതമായി വിദേശത്ത് കുടിയേറുന്നതായി കണ്ടെത്തി. ഗുജറാത്തിൽ 1,700-ഓളം ഏജന്റുമാരും ഇന്ത്യയിലുടനീളം 3,500-ഓളം പേരും ഈ സംഘത്തിനുണ്ട്. ഇതിൽ 800-ലധികം പേരും നിലവിൽ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് സജീവമാണ്. പരിശോധനയിലൂടെ 19 ലക്ഷം രൂപയുടെ ബാങ്ക് നിക്ഷേപങ്ങൾ ED മരവിപ്പിക്കുകയും 2 വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും കുറ്റകരമായ രേഖകളും ഡിജിറ്റൽ ഉപകരണങ്ങളും പരിശോധനയിൽ കണ്ടുകെട്ടുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം കാനഡ അതിർത്തിയിൽ നിന്ന് US ഇന്ത്യക്കാരെ കടത്തുന്നതുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ചില കനേഡിയൻ കോളേജുകളുടെയും ഇന്ത്യൻ സ്ഥാപനങ്ങളുടെയും പങ്കാളിത്തത്തെക്കുറിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നുണ്ട്. വലിയൊരു റാക്കറ്റാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നാണ് കണ്ടെത്തൽ. ഇതിൽ പങ്കാളികളായ 262 കോളേജുകളും US കാനഡ അതിർത്തിക്ക് സമീപം പ്രവർത്തിക്കുന്നവയാണെന്നും ED സംശയിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്നും ഏജൻസി വ്യക്തമാക്കുന്നു. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.